ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാഫിക്കൊണ്ട് വിഷയവുമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റേത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണത്തെ വെച്ച് എതിർ സ്ഥാനാർത്ഥി കൊടുത്ത കംപ്ലൈൻറ്റും അതുപോലെ തന്നെ അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ടാണ് കയറി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഈ ഒരുപാട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതായത് ഒരു പ്രചാരണത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സംബന്ധമായിട്ട് ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ, അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ആ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നവർ. മോശമായിട്ടുള്ള കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ലോറിയിൽ കൊടുന്നിറക്കിയതാണ്, അതുപോലെ തന്നെ ആളുകളെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊടുന്നതാണ്. അതിപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ആൾക്കാർ അങ്ങനെ വരുള്ളൂ. ഇത്രയും എന്താ പറയുക, ഇത്രയും പരിപാടി നടക്കുന്നിടത്ത് എവിടെയും ഒരു ആൾക്കുറവുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല. എല്ലാ ഭാഗത്തും അത്യാവശ്യത്തിന് ആളുകൾ ഓരോ പരിപാടിക്കും ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി, അത് ഷാഫി എന്ന് പറയുന്ന ആളെ ഇഷ്ടം കൊണ്ടാണ്, ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്തിരി ആളുകൾ ഈ തടിച്ചു കൂടിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ കമൻറ്റുകൾ പറയുന്ന ഒന്നും അതല്ല. കമൻറ്റുകളിൽ പറയുന്നത് ഇങ്ങനെ മോശമായിട്ട് ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ വെച്ചുതരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കട്ടോ. കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ വൈചാർജ്യങ്ങളുടെ വർണ്ണനയുടെ സൗന്ദര്യമെടുക്കുന്ന കോടി നിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനകളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് 1.5 കോടി മലയാളികളുടെ മാനം കാക്കാൻ പോരാട്ട വീരമുള്ള കടത്തനാടിന്റെ മണ്ണിലേക്ക് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചൊന്നായി നിലനിർത്താനുള്ള ഇതായി വാഹനത്തിന്റെ വ്യക്തപരത്തിനായി കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. ഇന്നത്തെ രാജനീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വെടികേറുകളിൽ കാത്തു നിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനകളും പൂച്ചെണ്ടുകളും വിമാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അഷ്ടമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിന്റെ പോരാട്ട പ്രവാഹനത ഈ വാഹനത്തിന്റെ തൊട്ടുപരികിലായി കടന്നു വരുന്നു. കൊലപാതക രാഷ്ട്രീയത്തെയും രാഷ്ട്രീയത്തെയും പ്രധാന രാഷ്ട്രീയത്തെയും കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടവിലേക്ക് വലിച്ചെറിഞ്ഞ് പോരാട്ട പ്രവാഹനത ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഇപ്പോൾ എടുത്തത്, അപ്പോൾ കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എത്രയോ കുട്ടികൾ, ഉമ്മമാർ, അമ്മമാർ, ചേച്ചിമാർ, എത്ര ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാനും അദ്ദേഹത്തിനൊരു ജയ് വിളിക്കാനും അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ആളുകളൊക്കെ കാണുമ്പോൾ ഇത് ബംഗാളികളാണ്, പിന്നെ ലോറി കൊടുന്ന് ഇറക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ ആ ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് ബംഗാളികളാണോ മലയാളികളാണോ എന്നുള്ളത് ഈ കണ്ടവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് അവസ്ഥ.
എല്ലാ ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ ഇതുപോലെ കുട്ടികളും അമ്മമാരും ഉമ്മമാരും ചേച്ചിമാരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ജയ് വിളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിനൊന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഈ എന്താ പറയുക നാട്ടിലത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും ചൂടത്തും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇതൊന്ന് കാണാനും ഒരു സപ്പോർട്ട് ചെയ്യാനും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പം ബാക്കി കുറച്ച് ഭാഗം കൂടി ഇവിടെ നിന്ന് കാണാം നമുക്ക്. ഓരോ സ്ഥലത്ത് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആളുകൾക്ക് അതിന് താല്പര്യമുണ്ട്, അദ്ദേഹം ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ തടിച്ചുകൂടി എല്ലാ ഭാഗത്തും നിൽക്കുന്നത്. അപ്പോൾ ഈ ഫേക്കായിട്ട് പറയുന്ന ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ വീഡിയോ എടുത്ത് ചെയ്തത്. കാരണം നമ്മൾ പല കമന്റുകളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ വന്നിട്ട് ബംഗാളികളാണ്, ലോറി കൂടെ ഇറക്കിയതാണ്, പിന്നെ മലയാളികളല്ല, അങ്ങനെയൊക്കെ കുറേ കമന്റുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോ ഒരു പരിപാടിക്കൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു. ഇനിയും പരിപാടി പ്രിയപ്പെട്ട അമ്മമാരും പെങ്ങന്മാരും, നിങ്ങളെല്ലാവരെയും നേരിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളെ വരവ് ഒന്നൊന്നര വരവാണ്. അത്രയും ആളുകളാണ് നിങ്ങൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എനിക്കിത് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നേരിൽ കാണാൻ പറ്റാത്തവരെ ഞാൻ വന്ന് കാണുന്നുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞാൽ വന്ന് കാണും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞത്, ഞാൻ വോട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അറിയപ്പെടുന്ന ആളുകളോട് ഒരു വോട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എല്ലാവരോടും എല്ലാ സ്റ്റേജിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ കമന്റ് ഇടുന്ന ആളുകളോട് ആണ് ഈ പറയുന്നത്. ആളുകളെ കാണുമ്പോൾ ഇപ്പൊ ഇത്രയും വഴിയിൽ കണ്ട ആളുകളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് മലയാളികളാണോ ബംഗാളികളാണോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ അത്രയും ആളുകൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് എന്തായാലും വോട്ടായി മാറട്ടെ, വമ്പിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അപ്പോൾ വടകരയിലുള്ള ആളുകൾ ഒക്കെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി ആലോചിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ചർച്ച ഉണ്ട്. അപ്പോൾ അടുത്ത ചർച്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.